സുഖമായിട്ട് കഴിക്കണം, ആർക്ക് വേണമെങ്കിലും. എന്താ കണ്ടില്ലേ, സുഖമായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാൻ. എന്തായാലും ഇനിയിപ്പോൾ കുട്ടികളൊക്കെ 4 മണിക്ക് സ്കൂൾ വിട്ട് വരികയാണെങ്കിലും അല്ലെങ്കിൽ വേറെ ആർക്കാണെങ്കിലും സോസൊക്കെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്ക് കഴിക്കാം. ഹായ്, പാടി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണത് ഉരുളക്കിഴങ്ങ് സ്പെഷ്യൽ ബജിയാണ് ഉണ്ടാക്കാൻ പോണത്. അടിപൊളി ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റിയതാണ്. പെട്ടെന്ന് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയ സാധനങ്ങളുമാണ്. നന്നായിരിക്കും ഉണ്ടാക്കിയ. അപ്പോൾ അതിലേക്ക് എന്തൊക്കെയാണ് വേണ്ട സാധനങ്ങളെന്ന് ഒന്ന് പരിചയപ്പെടുത്തിയാലോ. ഫസ്റ്റ് വേണ്ടത് നമുക്ക് ഉരുളക്കിഴങ്ങാണ്. നല്ല തൊലിയൊക്കെ കളഞ്ഞ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇത്തിരി കളറ് ഡിമ്മാകും പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ വെച്ചിരിക്കുന്നത്. പിന്നെ വേണ്ടത് നമുക്ക് മൈദ, കോൺഫ്ലവർ പൊടി, ഗരം മസാല, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, മല്ലിയില, ഉപ്പ്. ഇത്രയും വെച്ചിട്ടാണ് ഞാൻ ഇതിവിടെ നല്ല സ്പെഷ്യൽ നമ്മുടെ ഉരുളക്കിഴങ്ങ് ബജ്ജി ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഇത് ഫസ്റ്റ് നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് ചീവി എടുക്കണം. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഒരു 3/4 കിലോ ഉരുളക്കിഴങ്ങ് ഉണ്ടാവും, ഒരു 3 എണ്ണം നോക്കിക്കോളൂ. ഇത് നല്ലോണം വൃത്തിയായി കഴുകിയതാണ്, കണ്ടല്ലോ. ഇനി ഇതാ ഈ സാധനം വെച്ചിട്ടാണ് ഞാൻ ഇതിൽ ചീവണത്. ഇതെല്ലാവരുടെ അവിടെ ഉണ്ടാവും. അതിൽ വെച്ച് ചീവണത് ഞാൻ കാണിച്ചു തരാം. വെള്ളത്തിൽ തന്നെ ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ കളർ മാറും പറഞ്ഞിട്ടാണ്. അങ്ങനെ നമുക്ക് എല്ലാം എന്തോന്ന് ചീവി എടുക്കട്ടെ, എന്നിട്ട് കാണാം. ഇങ്ങനെ ചീവണ സമയത്ത് വളരെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ കൈ തട്ടും. ഉരുളക്കിഴങ്ങായതുകൊണ്ട് വേഗം വേഗം കിട്ടും. നമ്മൾ സ്പീഡിലാക്കി കഴിഞ്ഞാൽ കൈ തട്ടും നോക്കണേ. ഉരുളക്കിഴങ്ങ് ചീവി കഴിഞ്ഞു. നമുക്കിതിലേക്ക് ഇനി വേഗം വെള്ളം ഒഴിച്ച് കൊടുക്കണം. അതാണ്ട കളർ മാറും പറയണത്, ഇതാ കണ്ടില്ലേ, കളർ മാറി വരുന്നത്. വേഗം വെള്ളം ഒഴിച്ച് കൊടുക്കുക. നമുക്ക് ചീവിയൊക്കെ നന്നായി കഴിഞ്ഞു. ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ച് നേരം വെള്ളത്തിൽ ഇങ്ങനെ കിടക്കണം. ഒരു 3-4 വട്ടം കഴുകി എടുക്കണം. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു മാവ് പോലത്തെ ഒരു സാധനം ഉണ്ട്, അത് പോകണം. കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇനി ഒരു 3-4 വട്ടം നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് കാണാം. ഇത് 3-4 വട്ടം എന്തിനാ കഴുകണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഒരു തരം പൗഡർ ഉണ്ട്, അത് നന്നായി പോകണം. എന്നാലേ നമ്മൾക്ക് കഴിക്കാൻ നന്നായിരിക്കുള്ളൂ. അതിനാണ് ഞാൻ 3-4 പ്രാവശ്യം കഴുകണത് കാണിച്ചു തരുന്നത്. 3-4 പ്രാവശ്യം കഴുകി എടുത്തിട്ടുണ്ട്. നല്ല അങ്ങനെ ഇറുക്കി പിഴിയണം, നോക്കിക്കോളൂ. ഇനി നമുക്ക് നല്ല ഇറുക്കി പിഴിഞ്ഞിട്ട് കഴിഞ്ഞ് ഇനി നമുക്കിതിൽ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതിലിപ്പോൾ ഞാനൊരു 3/4 കിലോ ഉരുളക്കിഴങ്ങ് നല്ല ചീവി എടുത്തിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് ഇട്ട് കൊടുക്കണുള്ളൂ, 1 ടീസ്പൂണാണ് ഞാൻ ഇട്ട് കൊടുക്കണം. നിങ്ങൾ നോക്കിയിട്ട് ഇട്ടോളൂ. പച്ചമുളക് 2 എണ്ണം നല്ല നൈസായി അരിഞ്ഞത്, വെളുത്തുള്ളി ഒരു 4-5 ഇല്ലി വലുത് നൈസായി അരിഞ്ഞത്, ഇഞ്ചി 1 തുണ്ട് നല്ല പൊടിയായി അരിഞ്ഞത്, മല്ലിയില ആവശ്യത്തിന്, ജീരകപ്പൊടി അതായത് ചെറിയ ജീരകം പൊടിച്ചത് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്, ഗരം മസാല പൊടിച്ചത് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്, വലിയ ടേബിൾ സ്പൂണിന് 3 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നോക്കിക്കോളൂ, 3 ടേബിൾ സ്പൂൺ. ഇത് മൈദയാണ്, 2 ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട്. നന്നായി ഒന്ന് കുഴച്ചെടുക്കുക. ഉപ്പ് മാത്രം ഒന്ന് ശ്രദ്ധിക്കണം.
ഇനി നമ്മൾ ഉപ്പ് ഉണ്ടാ നോക്കിയിട്ട് വേണം വെക്കണമെങ്കിൽ. അങ്ങനെ കൊച്ചക്ക റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കഴിയിട്ട് എന്നിട്ട് നമുക്ക് കാണാം. ബജ്ജി എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. അത് പൊരിച്ചെടുക്കണം. ഒരു പാൻ വെച്ച് കൊടുക്കുക, എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കണത്, നോക്കിക്കോളൂ. എണ്ണയൊന്ന് നന്നായി ചൂടാകട്ടെ, അതുവരയ്ക്കും വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ എണ്ണയൊക്കെ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്ക് ചെറിയ ബോൾ പോലെ ആക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ബോളല്ല, ഒരു പിച്ച് ഇട്ട് കൊടുക്കുന്ന പോലെയാണ്. കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. അപ്പോൾ ഇങ്ങനെ നമ്മളതിങ്ങനെ ഒരു കയ്യിൽ ഒതുങ്ങിയ പോലെ എടുക്കുക, ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇടയ്ക്ക് മറിച്ചിട്ട് കൊടുക്കണം നമ്മൾ. നമ്മൾക്കിപ്പോൾ അടിയൊക്കെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നന്നായി മൊരിയട്ടെ. 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടുകൊണ്ടേയിരിക്കണം. എന്നാലേ നന്നായി ഒന്ന് മൊരിഞ്ഞ് നല്ല ക്രഷായിട്ട് നമുക്ക് കടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഒരു പ്രാവശ്യം ഒരു ട്രിപ്പ് ആയിട്ടുണ്ട്. നോക്കിക്കോളൂ, നമുക്ക് വാരിയെടുക്കാം. ഒരു ട്രിപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇങ്ങനെ വാരി ഇടരുത്. നമ്മളൊന്നിങ്ങനെ എടുക്കുമ്പോൾ ഒരു കൈ കൊണ്ടൊന്ന് തട്ടിയിട്ട് വേണം ഇട്ട് കൊടുക്കണമെങ്കിൽ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മറിച്ചും തിരിച്ചും ഇട്ട് കൊടുത്തുകൊണ്ടേയിരിക്കണം. എന്നാലേ 2 സൈഡും ഒപ്പം വെന്ത് കിട്ടുള്ളൂ. അതിനാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മറിച്ചിട്ട് കൊടുക്കണം. അടുത്ത ട്രിപ്പും കൂടി നമുക്ക് ഓരോന്നായി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതും കൂടെ ഒന്ന് ആവട്ടെ, അതുവരയ്ക്കും വെയിറ്റ് ചെയ്യാം. അങ്ങനെ ലാസ്റ്റ് ട്രിപ്പാണ്, നമുക്ക് വാരിയെടുക്കാം. അപ്പോൾ അങ്ങനെ അടിപൊളി നമ്മുടെ ഉരുളക്കിഴങ്ങ് സ്പെഷ്യൽ ബജ്ജി അടിപൊളി ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. നോക്കിക്കോളൂ, കഴിക്കാനും നമുക്ക് ഈസി ആയിരിക്കും, പൊട്ടിക്കാനും സിമ്പിളാണ്. കണ്ടില്ലേ? ഇതിലൊക്കെ നമുക്കിനി സോസൊക്കെ ഒഴിച്ചിട്ട് കഴിക്കണമെന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റി ആയിരിക്കും. ഒരു 4 മണി പലഹാരമായിട്ട് ഉപയോഗിക്കുക, രാവിലെ ആയിട്ട് ഉപയോഗിക്കുക. നമുക്ക് ടൂർ പോകുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോവുക. നമുക്ക് വെളിയിലൊക്കെ പോയിട്ട് ഇങ്ങനെ കഴിക്കാനൊക്കെ അടിപൊളിയായിരിക്കും. വേറെ ആൾക്കാർ വരികയാണെങ്കിലും പുതിയ സാധനമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. എങ്ങനെയാണെങ്കിലും ഇത് അടിപൊളി ടേസ്റ്റി ആയിരിക്കും നമുക്ക് കഴിക്കാൻ. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കി കഴിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ എനിക്ക് അയയ്ക്കുക. ഇത് നിങ്ങൾ ഞാൻ കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരയ്ക്കും ബൈ.